Hi dear KEAM aspirants. KEAM examination വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സിലെ ഇന്റർഫറൻസ് എക്സ്പെരിമെന്റിലെ ബാൻഡ് വിടുത്തും അതിന്റെ ചേഞ്ചുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റനുമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ രണ്ട് സ്ലിറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. ഈ രണ്ട് സ്ലിറ്റും സെപ്പറേറ്റ് ലൈറ്റ് സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. അത് കോഹിറന്റ് സോഴ്സ് ആയിട്ട് ബിഹേവ് ചെയ്യും. മോണോക്രോമാറ്റിക് കോഹിറന്റ് സോഴ്സ് ആവും. ആ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ക്യാപിറ്റൽ D ഡിസ്റ്റൻസ് എവയിൽ പ്ലേസ് ചെയ്ത സ്ക്രീനിലേക്ക് എത്തുമ്പോൾ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് നടക്കുകയും ഓൾട്ടർനേറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇതിൽ അഡ്ജസൻറ്റ് സിമിലർ ബാൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഒരു ബ്രൈറ്റിൽ നിന്ന് തൊട്ടടുത്ത ബ്രൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡാർക്കിൽ നിന്ന് തൊട്ടടുത്ത ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ d/d, where small letter d is the distance between these two sources, capital letter D is the distance of screen from the slit, lambda is the wavelength of light used. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടൈപ്പ് ചോദ്യം വരിക വേവ് ലെങ്ത്തുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ടാണ്. ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ ആയതുകൊണ്ട് β1/β2 ഈസ് ഈക്വൽ ടു λ1/λ2. ആൻഡ് ഒരു സിംഗിൾ ലൈറ്റ് യൂസ് ചെയ്ത് നടത്തുന്ന എക്സ്പെരിമെൻറ്റിൽ ലൈറ്റ് റീപ്ലേസ് ചെയ്യാതെ, ലൈറ്റ് ചേഞ്ച് ചെയ്യാതെ, വിച്ച് മീൻസ് വേവ് ലെങ്ത് മാറ്റാതെ ഈ ഡിസ്റ്റൻസ് ഓഫ് സ്ക്രീനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സും ചേഞ്ച് ചെയ്യും. അപ്പോൾ ബാൻഡ് വിഡ്ത്തിൽ എന്ത് ചേഞ്ചാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ β1/β2 is equal to ലാംഡ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് d1/d2 ഇൻറ്റു d2/d1 ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും. പിന്നെ ഒരു ചേഞ്ച്, ഒരു ടൈപ്പ് ഓഫ് ചോദ്യം വരുന്നത്, ഈ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് കംപ്ലീറ്റ്ലി വാട്ടർ ലൈക്ക് ലിക്വിഡിലോ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ചേഞ്ച് ആവും. ബാൻഡ് വിഡ്ത്ത് β' ബിക്കംസ് വേവ് ലെങ്ത് ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് ബാൻഡ് വിഡ്ത്ത് ചേഞ്ച് ആവുന്നത്. വേവ് ലെങ്ത് എയറിലുണ്ടായിരുന്ന വേവ് ലെങ്ത് ചേഞ്ച് ആയിട്ട് മീഡിയത്തിലെ വേവ് ലെങ്ത്, എയറിലുള്ള വേവ് ലെങ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വരും. അപ്പോൾ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ലാംഡ d/d, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും. അപ്പോൾ β' ഈസ് ഈക്വൽ ടു ലാംഡ d/d ബാൻഡ് വിഡ്ത്താണ്, ഒറിജിനൽ ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ വരും. β' ഈസ് ഈക്വൽ ടു β/n വരും. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. See, in a Young's double slit experiment, the fringe width is 12 mm. If the entire arrangement is placed in water of refractive index 4/3, then the fringe width becomes in millimeter ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ ഫ്രിഞ്ച് വിഡ്ത്ത് 12 mm ആയിരുന്നു. സോ ഇപ്പോഴുള്ള ഫ്രിഞ്ച് വിഡ്ത്ത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ ഫ്രിഞ്ച് വിഡ്ത്ത് ആയ 12 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയ 4/3, 4 12 ക്യാൻസൽ ചെയ്താൽ 3 വരും. 3 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 × 3 β' 9 mm. So that is option B is the right answer. So that is the concept. Thank you so much. Bye and all the best.